ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. കൂട്ടുകാരെ, സഹോദരങ്ങളെ, നമ്മിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വരികയാണ്. നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ഏതാ? ഇപ്പോ റബീഉൽ അവ്വലാണ്, വിശ്വാസികളുടെ വസന്തകാലം. എന്തൊരു സന്തോഷമാണ് വിശ്വാസികളുടെ മനസ്സുകളിൽ, എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആത്മസായുജ്യമാണ്. ആത്മനിർവൃതിയുടെ അനന്തമായ ലോകത്തേക്ക് വിശ്വാസികളുടെ മാനസങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അത്യപൂർവമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസികളുടെ നാവുകൾ തിരുകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും പച്ച പിടിക്കുന്ന മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. അള്ളാഹുവിന് ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കീർത്തനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനം. അള്ളാഹു ഖുർആനിൽ എത്രയോ നബിയെ കീർത്തിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ കുറിച്ച് പറയുന്നത് എന്താണ്? നമുക്ക് പരിചയമുണ്ടല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് അള്ളാഹുവിന്റെ റസൂലാണ്, മുത്തുനബിയാണ്. സ്നേഹത്തോടെ നാം വിളിക്കുന്ന മുത്തുനബി ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണ്, ലോകത്തിന് മുഴുവൻ വെളിച്ചമാണ്, ലോകത്തിന് മുഴുവൻ ആനന്ദമാണ്. ആ സാന്നിധ്യം ലോകത്തിന് മുഴുവൻ സന്തോഷമാണ്. ലോകത്തെ ഏറ്റവും മഹത്വമുള്ള വ്യക്തി ഏതാ? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയെപ്പോലെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു വ്യക്തിത്വം ഭൂമി ലോകത്തോ വാനലോകത്തോ നമുക്ക് കാണാൻ സാധ്യമല്ല. നമുക്ക് എത്രയും നബിതങ്ങളെ മദ്ഹ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുത്തുനബിയുടെ മദ്ഹ് എമ്പാടും പറഞ്ഞു കാണിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ എത്രയെത്ര മദ്ഹുകളാണ്, എത്രയെത്ര മൗലിദുകളാണ്. ചിലർ ചോദിക്കും, വിശുദ്ധ ഖുർആനിൽ മൗലിദ് ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ മൗലിദേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ എത്രയെത്ര ഭാഗങ്ങൾ നീക്കിവെച്ചിട്ടുണ്ട്. ഓരോ ആയത്തിന്റെയും ഉള്ളറകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പോരിശകൾ അവിടേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് സുപരിചിതമായ ഒരു ആയത്താണല്ലോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് മുത്തുനബിയുടെ നിയോഗം. ലോകർക്ക് മുഴുവൻ. അൽ ആലമീൻ എന്നുള്ള പദം നമുക്ക് പരിചയമുണ്ടല്ലോ. നാം എന്നും ഓതുന്ന വിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാം കാണാപാഠമുള്ള, നാം എല്ലാം നിത്യവും ധാരാളം തവണ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ അൽ ആലമീൻ എന്ന പദമുണ്ട്. അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു കൊണ്ടുവന്നതാണ്. അള്ളാഹു ആരാണ്? അൽഹംദുലില്ലാഹ്, സർവസ്ത്രോത്രങ്ങളും അള്ളാഹുവിനാകുന്നു. ആരാണ് അള്ളാഹു? റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പദമാണ് അൽ ആലമീൻ. അൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി പഠിച്ചവർക്കറിയാലോ. അൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിവൽ ഭാരി. മാസിവൽ ഭാരി. അള്ളാഹു അല്ലാത്തതിനെല്ലാം അൽ ആലം എന്ന് പറയാം. അൽ ആലം എന്നുള്ള പദത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അൽ ആലമീൻ എന്ന് പറഞ്ഞത്? അതൊരു ചിന്താ വിഷയമാണ്. അൽ ആലമീൻ എന്ന് എന്തിനു പറഞ്ഞു? അൽ ആലം എന്നുള്ള പദത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഉണ്ടെങ്കിലും, എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയത്. മനുഷ്യർ അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും ലോകമെന്ന് വിളിക്കാമെങ്കിലും ഓരോ ലോകം വെവ്വേറെ മനുഷ്യൻ വേർതിരിച്ച്
പരിചയപ്പെടുത്താറുണ്ട്. മനുഷ്യരെക്കുറിച്ച് മനുഷ്യലോകമെന്ന് പറയും, സസ്യങ്ങളെക്കുറിച്ച് സസ്യലോകമെന്ന് പറയും, ഭൂമിയെക്കുറിച്ച് ഭൂമിലോകം, ആകാശലോകം, സാഹിത്യലോകം, ജന്തുലോകം, അങ്ങനെ തുടങ്ങി പദാർത്ഥലോകം. ഇങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിവിധ ലോകങ്ങളായി പരിചയപ്പെടുത്തുന്നതിനാൽ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങിയ ഖുർആനു ശരീഫ് മനുഷ്യർക്ക് മനസ്സിലാകും വിധം കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അള്ളാഹു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അഥവാ സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും ഭൂമിലോകത്തിന്റെയും ആകാശലോകത്തിന്റെയും സാഹിത്യലോകത്തിന്റെയും അങ്ങനെ തുടങ്ങി മനുഷ്യർ ഏതെല്ലാം ലോകങ്ങളെ വിഭജിച്ചു പറയുന്നുണ്ടോ അതിന്റെ ഒക്കെയും റബ്ബാണ് അള്ളാഹു. ആ റബ്ബിനാണ് സർവസ്ത്രോത്രങ്ങളുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് അൽ ആലമീൻ എന്നുള്ള പദമാണ്. ഇതേ ആലമീൻ എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയും അള്ളാഹു കൊണ്ടുവന്ന പദം, അള്ളാഹു കൊണ്ടുവന്ന പ്രയോഗം അൽ ആലമീൻ എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ പോരിശ എത്രയാണ്? അള്ളാഹുവിന്റെ റസൂലിനെ എത്രത്തോളമാണ് അള്ളാഹു കീർത്തിക്കുന്നത്, പ്രകീർത്തനം നടത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബായി നിൽക്കുന്ന ലോകം ഏതൊക്കെയുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ് എന്ന് ചുരുക്കം. റഹ്മത്തുല്ലിൽ ആലമീൻ, ഭൂമിലോകത്തിന്, ആകാശലോകത്തിന്, ജന്തുലോകത്തിന്, മനുഷ്യലോകത്തിന്, മാലാഖമാരുടെ ലോകത്തിന്, അങ്ങനെ തുടങ്ങി ഏതെല്ലാം ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളിലേക്കെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്, അനുഗ്രഹമാണ്. സർവലോകത്തിനും അനുഗ്രഹമായ, മനുഷ്യകുലത്തിനാകമാനം റഹ്മത്തായ അള്ളാഹുവിന്റെ റസൂൽ മുഖേന നമ്മുടെ മനസ്സുകളിലേക്ക് സന്തോഷങ്ങൾ കയറി വരുന്നില്ലെങ്കിൽ പിന്നെ ആര് മുഖേനയാണ് നാം സന്തോഷിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത്? ആരുടെ മദ്ഹുകളാണ് നാം പറയേണ്ടത്? ആരുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കേണ്ടത്? ലോകാനുഗ്രഹിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനും അവിടുത്തെ പേരിൽ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒരു വിശ്വാസി എല്ലാറ്റിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നു. വിശ്വാസിക്ക് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ റസൂലാണ്. വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. സ്വന്തം മാതാവിനേക്കാളും, പിതാവിനേക്കാളും, സ്വന്തം ഭാര്യയെക്കാളും, മക്കളെക്കാളും, മറ്റെന്തിനേക്കാളും, ഏതിനേക്കാളും മുത്തുനബിയോടുള്ള മഹബ്ബത്ത് മനസ്സിൽ നിറയെ കൊണ്ടു നടക്കുന്നവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികൾക്ക് മുത്തുനബിയുടെ ജന്മമാസം വിസ്മരിക്കാനാവില്ല. മുത്തുനബിയെ മദ്ഹ് പറയാനും മുത്തുനബിയുടെ സന്ദേശങ്ങൾ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കാനും ഏതൊക്കെ അവസരങ്ങളുണ്ടോ അതെല്ലാം വിശ്വാസികൾ ഉപയോഗപ്പെടുത്തും. അത് റബീഉൽ അവ്വൽ ആണെങ്കിലും റബീഉൽ അവ്വൽ അല്ലെങ്കിലും വിശ്വാസികൾ ഉപയോഗപ്പെടുത്തും. റബീഉൽ അവ്വൽ ആകുമ്പോൾ അതിന് കൂടുതൽ ആവേശത്തോടുകൂടെ വിശ്വാസികൾ രംഗത്ത് വരും. അത് തടുക്കാൻ കഴിയില്ല. അത് ലോകത്താകമാനം കാണുന്ന ഒരു പ്രതിഭാസമാണ്. വിശ്വാസികളിൽ കാണുന്ന ഏറ്റവും സുന്ദരമായൊരു പ്രതിഭാസം. ഇതില്ലായ്മ ചെയ്യാൻ കാലങ്ങളോളമായി പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചുക്കൾക്ക് ഈ മാസം വരുമ്പോൾ വല്ലാത്ത വിഭ്രാന്തിയാണ്, വല്ലാത്ത വേവലാതിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ പിൽക്കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ കാലം ഇന്ന് വരെ മുസ്ലിമീങ്ങൾക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു വിഭ്രാന്തി പരിചയമില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു പ്രത്യേക വെപ്രാളം മുസ്ലിമീങ്ങളിൽ കാണാറില്ല. എന്നാൽ പിശാചിനും പിശാചിന്റെ അനുയായികൾക്കും റബീഉൽ അവ്വൽ വരുമ്പോൾ വല്ലാത്തൊരു വിഭ്രാന്തിയാണ്, വല്ലാത്തൊരു ബേജാറാണ്, വല്ലാത്തൊരു മനം പുരട്ടലാണ്, വല്ലാത്തൊരു വൈക്ലഭ്യം. വിശ്വാസികൾക്ക് ഇത് ആനന്ദത്തിന്റെ മാസമാണ്. വിശ്വാസികൾക്ക് ആത്മനിർവൃതിയുടെ മാസമാണ്. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് മണ്ണും വിണ്ണും നിറയുന്ന സുന്ദരമായ കാലമാണ് റബീഉൽ അവ്വൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശ്വാസികളോട് മുത്തുനബി മുഖേന സന്തോഷിക്കാൻ ആവശ്യപ്പെടുന്നത്.
മുത്തുനബി ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്താണ്, അതിനേക്കാളും വലിയ റഹ്മത്തില്ല എന്ന് ഒരു വിശ്വാസി കരുതുന്നുവെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പഠിപ്പിച്ചു. ഏറ്റവും വലിയ റഹ്മത്ത് മുത്തുനബിയാണ്. ആ മുത്തുനബി മുഖേന സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതിന് അള്ളാഹുവിന് ഒരു നഷ്ടവും വരാനില്ലല്ലോ. അള്ളാഹുവിന് അവന്റെ റസൂലിനെ കേൾക്കുമ്പോ, അവന്റെ റസൂലിന്റെ മദ്ഹുകൾ കേൾക്കുമ്പോ, അവന്റെ റസൂലിന്റെ കീർത്തി വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ദേഷ്യം വരില്ല. അള്ളാഹു ക്രൂരനായ ഒരു അള്ളാഹു അല്ല, അള്ളാഹു അക്രമിയല്ല. തന്റെ ഇഷ്ടദാസനായ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ വിശ്വാസികൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദേഷ്യപ്പെടുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നവർക്ക് അള്ളാഹുവിനെ അറിയോ? കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ചാണ് മുസ്ലിമീങ്ങൾക്ക് പരിചയം. റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബിയെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന, എല്ലാവരും മരിച്ചു വരികടാ, ഞാൻ കാണിച്ചു തരാം, എല്ലാവരും പിടിച്ച് നരകത്തിലിടും, എന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അള്ളാഹു ഒരിക്കലും വിശ്വാസികളെ മുത്തുനബിയെ മദ്ഹ് ചെയ്തതിന്റെ പേരിൽ നരകത്തിലേക്ക് വലിച്ചെറിയൂല, ഉറപ്പാണ്. കാരണം അള്ളാഹു വിശ്വാസികളോട് സന്തോഷിക്കാൻ ആവശ്യപ്പെട്ടതാണ്. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആനാണ് എന്റെ കൈവശമുള്ളത്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മളൊക്കെ ഓതുന്ന സൂറത്താണ് സൂറത്ത് യൂനുസ്. ആ സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫല്യഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മുജാഹിദുകൾ, നബിദിന വിരോധികൾ പൊതുവെ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നബിദിനത്തിന്റെ വിഷയത്തിൽ അവർ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാറില്ല. കാരണം ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്താണ്, ആ റഹ്മത്ത് മുഖേന നിങ്ങൾ സന്തോഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഖുർആനിലുണ്ടോ എന്ന് നബിദിന വിരോധികൾ ഒന്നും ചോദിക്കാറില്ല റബീഉൽ അവ്വൽ വരുമ്പോൾ. പിന്നെ മുത്തുനബി ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ, തബഉ താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സഹാബത്തും താബീങ്ങളും ഒക്കെ കാണിച്ചു തന്ന രീതിയിൽ അപ്പടി സഞ്ചരിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും അവരുടെ സംസാരം കേട്ടാൽ. സഹാബത്ത് ചെയ്തതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമാക്ക് 2 ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട്. മുജാഹിദിന്റെ പള്ളികളിൽ ജുമാക്ക് ഇന്നും 1 ബാങ്കേ ഉള്ളൂ. സഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ ഇമാമീങ്ങളോ ആരും വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനയാകുന്ന ഖുത്ബ, പ്രസംഗമാകുന്ന ഖുത്ബയല്ല, ആരാധനയാകുന്ന ഖുത്ബ ഒരിക്കലും അനറബി ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. അവിടെ ഒന്നും അവര് നബിയോ സഹാബത്തോ താബീങ്ങളോ ഇമാമീങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോ അവർ ചോദിക്കുകയാണ്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബി ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം ഖുർആനിൽ പച്ചയായി പറയുന്ന കാര്യമാണ്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയും, അള്ളാഹുവിന്റെ റഹ്മത്ത് മുഖേന വിശ്വാസികൾ സന്തോഷിക്കുകയാണ്. ലോകത്താകമാനം വിശ്വാസികൾ മുത്തുനബിയോടുള്ള സ്നേഹവും സന്തോഷവും വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുവദിച്ച മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ ആ മാർഗങ്ങളിലൂടെ എല്ലാം വിശ്വാസികൾ മുത്തുനബിയോടുള്ള സ്നേഹം പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കാത്തവരാരാണ്? സഹാബത്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ലേ? താബീങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല? അവരൊക്കെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു റസൂലുള്ളാഹിന്റെ പേരിൽ. അവരെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ. എല്ലാം മുത്തുനബി കാണിച്ചു തന്ന രീതിയിൽ മാത്രമൊന്നുമല്ല, അവർ വിവിധങ്ങളായ രൂപഭാവങ്ങളിൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അള്ളാഹുവിന്റെ റസൂലിനെ ജീവന തുല്യം സ്നേഹിക്കാനും മുത്തുനബിയെ അനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ അനുധാവനം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കി
മുത്തുനബിയുടെ മഹബത്തിലായി മരിക്കാനും നമുക്കെല്ലാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് വെച്ച് മുത്തുനബിയെ കണ്ട് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ നമുക്കെല്ലാം അള്ളാഹു അവസരം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം.